ഞാൻ പ്രതീക്ഷിച്ച ദിവസം ഇതാണ്. എല്ലാവരും നിക്ക്, അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഓടിക്കോ, ഓടിക്കോ, വേഗം ഓട്, തിരിഞ്ഞു നോക്കാതെ ഓട്, ഓടിക്കോ. ആ പ്രകാശം നമ്മളെ തൊടുന്നതിന് മുമ്പ് നമ്മൾ ദൂരത്തേക്ക് എത്തണം. ആ രുദ്ര വരേണ്ടതായിരുന്നു. പക്ഷെ എന്തു പറ്റി ഇത്ര സമയം എടുക്കുന്നത്? യൂണിക്കോൺ രുദ്രയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാ. പക്ഷെ അവനെന്താ ഇനി തിരിച്ചു വരാത്തത്? ദേ അങ്ങോട്ട് നോക്കിയേ. സെന്റോർ, എന്തിനാ ഞങ്ങൾ അർജന്റായിട്ട് വിളിച്ചത്? രുദ്ര, ഞങ്ങളിലൊരു സെന്റോർ മജീഷായി മാറിയിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് അകലെയുള്ള ജോലിന്റെ ഏരിയ മുഴുവൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവൻ. ഒരു മൃഗങ്ങൾക്കും അവിടെ ചെല്ലാൻ പറ്റില്ല. ഒരു കുഞ്ഞു പക്ഷികൾക്ക് പോലും അകത്ത് കിടക്കാൻ പറ്റില്ല. മുഴുവൻ ഏരിയയും നോ ഫ്ലൈങ് സോൺ ഏരിയ മാറ്റിയിരിക്കുകയാണ്. ഞാനും ആ ഏരിയയിൽ കൂടി പറക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ എനിക്ക് പറക്കാൻ പറ്റിയില്ല. പക്ഷെ അവൻ അതെങ്ങനെ ചെയ്തത്? അവൻ ഇത്രയും പവർ എവിടെന്നാ കിട്ടിയത്? അതെനിക്കറിയില്ല. വേറൊരു കാര്യം എനിക്കറിയില്ല. അവനോട് എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ആ കാര്യമാണ് ഇവിടെ ആർക്കും ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തത്. എന്നാ ശരി, നമുക്ക് അവിടെ ചെന്ന് നോക്കാം. അപ്പൊ മനസ്സിലാവല്ലോ അവൻ അവിടെ എന്താ ചെയ്യുന്നതെന്ന്. എന്നാൽ വരൂ, നമുക്കെങ്കിലും പറക്കാൻ പറ്റുമോ നോക്കട്ടെ. വരൂ, പോവാം. രുദ്ര, ഇവിടെ അടുത്തൊന്നും കാണുന്നില്ലല്ലോ. നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാം. രുദ്ര, അവിടെ എന്തൊരു സാധനമുണ്ട്. ഇതിൽ കൂടുതൽ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. യൂണിക്കോൺ, ഒരിക്കലും തോറ്റു പിന്മാറരുത്. ഒരു പ്രാവശ്യം കൂടി ശ്രമിച്ചു നോക്ക്. ശരി, ഓക്കേ, എല്ലാരും മുറുക്കെ പിടിച്ചോളൂ. രുദ്ര, ഇത്തരം തടസ്സങ്ങൾ കടന്നു പോകുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ നമുക്ക് താഴോട്ട് പോകാം. ഇതിന് വേറെന്തെങ്കിലും പ്ലാൻ ചെയ്യാം. ഞങ്ങൾക്ക് ആ ചുവര് കടന്നു പോകാൻ പറ്റുന്നില്ല. രുദ്ര, നിനക്ക് ഏരിയയിൽ ഒരിക്കലും കടക്കാനാവില്ല. ഇനി നടന്നു വേണം പോകാൻ. ഓൾ ദി ബെസ്റ്റ്, ബി കെയർഫുൾ. ഓക്കേ സെന്റോർ, താങ്ക് യു. രുദ്ര, ഇനി എത്ര ദൂരെയാ പോണ്ടത്? ആ ചുമര് എവിടെയാന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാ? തീർച്ചയായിട്ടും ഒരു ഡയറക്ഷൻ കിട്ടാതിരിക്കില്ല. ശരി, വാ നമുക്ക് നോക്കാം. ചേടാ, ഇതെന്ത് സംഭവാ? രുദ്ര, ഇത് കണ്ടില്ലേ? എന്റെ കൈ ചുവര് കടന്ന് അകത്തേക്ക് ചെന്നു. അത് കൊള്ളാലോ. വരും, നീ ഒരു വഴി കണ്ടെത്തിയാലോ? ഒരു പക്ഷേ ഈ ചുമര് വലിയ മജിഷ്യൻ ഉണ്ടാക്കിയതാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നടന്നു പോലും ക്രോസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആദ്യം ഇതിന്റെ സീക്രറ്റ്സ് എന്താന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ലെറ്റ്സ് ഗോ ഫ്രണ്ട്സ്. മര്യാദയ്ക്ക് ഇവിടുന്ന് തിരിച്ചു പൊയ്ക്കോ. അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത്. ഇത് പ്രോഹിബിറ്റഡ് ഏരിയയാണ്. ടോട്ടൽ ജോയ്ലാൻഡും എന്റെ മുത്തശ്ശന്റേതാണ്. ജോയ്ലാൻഡ് ഒരുപക്ഷെ നിന്റെ മുത്തച്ഛൻ്റെതായിരിക്കാം, പക്ഷെ ഈ പോയിന്റ് മുതൽ ഗോൾഡൻ പീക്ക് വരെയുള്ള ഏരിയ എന്റേതാണ്. ഇവിടെ നിന്റെ മുത്തച്ഛന് പോലും വരാൻ കഴിയില്ല. നീ എവിടെ പതുങ്ങിയിരുന്നാലും ഞാൻ നിന്നെ തേടി കണ്ടെത്തും. ഒരു പ്രാവശ്യം നീ എന്നെ മീറ്റ് ചെയ്യേ. ഞാൻ നിന്നെ കാണാൻ വരില്ല. എനിക്ക് യാതൊരു മനുഷ്യനെയും കാണേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാവരും ചേർന്ന് ഞങ്ങളെ അടിമയാക്കി, ഞങ്ങളെ കളിപ്പാട്ടമാക്കി വെച്ച് കളിക്കാൻ ശ്രമിക്കുകയാണല്ലേ?
അങ്ങനെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. അന്ന് വഴിക്ക് തന്നെ തിരിച്ചു പൊയ്ക്കോളൂ. വീട്ടിൽ ചെന്ന് ചാടിക്കളിക്കുകയോ ഓടിക്കളിക്കുകയോ ചെയ്യേ. എന്നോട് ഏറ്റുമുട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യരുത്. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഞാനിതാ വരുന്നു. തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു നോക്കണം. നീ ഒരുപാട് വിഷമിക്കും രുദ്ര, വിഷമിക്കും. നമ്മൾ എല്ലാവരും ഇനി അലേർട്ട് ആകണം. ആ സെന്റർ നമ്മളെ എപ്പോ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അതെ രുദ്ര, ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. രുദ്ര, ഇത്ര ഉയരമുള്ള ചുമര് നമ്മൾ എങ്ങനെ കടന്നു പോവാ? ഒരു സെക്കൻഡ്. പോവാം കൂട്ടുകാരെ. പോവാം. ഒരു കൂട്ടുകാരെ, ഇനി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ നീ ഒന്ന് പറഞ്ഞേ കേൾക്കില്ലല്ലേ? രുദ്ര, നമ്മുടെ മുന്നിൽ നദിയാണ്. ഇനി എന്ത് ചെയ്യും? നീ ആ മല കാണുന്നില്ലേ? എനിക്ക് തോന്നുന്നത് ഈ മിസ്റ്ററീസിന്റെ ഉത്തരം അവിടെ ചെന്നാ കിട്ടുമെന്നാണ്. ശരി വാ, ഞാനും നിന്റെ ഒപ്പം ക്രോസ് ചെയ്ത് വരാം. റിവർ ഡയറക്ഷൻ ജംഗോറ. ചേടാ, ഇതെങ്ങനെയാ സംഭവിച്ചത്? തിരിച്ചു പൊയ്ക്കോളൂ രുദ്ര, അല്ലെങ്കിൽ നീ ചത്തുപോകും. ആ കാര്യം എനിക്കും അറിയില്ല. പക്ഷെ ഒന്ന് നിൽക്ക്. മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട്, പ്രശ്നങ്ങളെ കണ്ട് ഓടി ഒളിക്കുന്ന കൊണ്ട് പ്രശ്നങ്ങൾ തീരില്ലെന്ന്. അപ്പൊ നിക്കണോ? ശരി, നീ പറഞ്ഞ നിന്നേക്കാം. മതി. ഇപ്പൊ നമ്മൾ വാട്ടർ സർഫിങ്ങിന് തയ്യാറാകണം. സ്പീഡ് കൂട്ടിക്കോ. നമ്മൾ ഫുൾ സ്പീഡിൽ പോയാൽ വാട്ടർഫോളിന്റെ മുകളിൽ കൂടി പോകാൻ പറ്റും. ഈ കുട്ടികൾ ഭയങ്കര സ്മാർട്ട് ആണല്ലോ. പക്ഷെ എന്റെ അത്ര സ്മാർട്ട് അല്ല കേട്ടോ. പ്രശ്നമൊന്നുമില്ല. വാട്ടർ സർഫിംഗ് ഇല്ലെങ്കിൽ നമുക്ക് സ്കീം ചെയ്യാം. രുദ്ര, നീ ഭയങ്കര പിടിവാദക്കാരനാണല്ലേ? ഞാൻ സമ്മതിച്ചു. ഈ ജോയിലാൻഡ് മൊത്തം നിന്റെ മുത്തശ്ശന്റേതാണല്ലേ? എന്നാൽ ഇപ്പൊ അത് എന്റെ കൺട്രോളിലാണ്. ഇതിനെ അങ്ങ് വിട്ടേക്ക്. പിന്നെ നിനക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു ചെയ്തോളൂ. പക്ഷെ എന്തിനാ? അത് എന്തിനാണെന്ന് എന്നോട് പറയാമോ? നിങ്ങൾക്ക് അങ്ങനെ എന്താ പ്രശ്നമുള്ളത്? അത് ഞാൻ പറയില്ല. ആരോടും അക്കാര്യം ഞാൻ പറയില്ല. ഞാൻ മനുഷ്യരെ ഒരിക്കലും വിശ്വസിക്കില്ല. മനുഷ്യർ ഞങ്ങളെ കളിപ്പാട്ടമാക്കി കളിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ജോയിലൻഡ് എന്റർടൈൻമെന്റിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലൊരു വിചാരമുണ്ട്, എപ്പോ നിങ്ങൾ ഇങ്ങോട്ട് വന്നാലും എല്ലാ മൃഗങ്ങളും നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കണമെന്ന്, നിങ്ങൾ പറയുന്നതെല്ലാം ചെയ്യണമെന്നല്ലേ? പക്ഷേ ഇനി അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾക്കും സെൽഫ് റെസ്പെക്ട് ഉണ്ട്. ഇപ്പോഴും സമയമുണ്ട് കുട്ടികളെ. ഉടൻ തന്നെ തിരിച്ചു പൊയ്ക്കോളൂ. നിങ്ങൾ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നെന്ന് പറയുന്നവരെ ഞാൻ ഈ സ്ഥലം വിട്ട് എങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ല. അത് ശരി. എങ്കിൽ പിന്നെ നമുക്ക് നോക്കിക്കളയാം. പോകെ, അങ്ങനെ തിരിച്ചു പോകെ. ഇവിടുന്ന് ഓടിപ്പോകെ. അങ്ങനെ ഓടി രക്ഷപ്പെടേ. ഇപ്പോഴും സമയമുണ്ട്. നീ സമ്മതിക്കേ, എന്നാലേ രക്ഷപ്പെടൂ. ഇല്ല, ഒരിക്കലും ഇല്ല. ഈ ബൈസ്കോ ഫയർ ക്രാക്കേഴ്സ് ക്രിയേറ്റോ.
സൂര്യൻ അസ്തമിക്കുന്ന സമയമായി. നമ്മളിപ്പോ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തേ പറ്റൂ. നമുക്ക് ഇവിടുന്ന് പുറത്തുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. പക്ഷെ പുറത്തു നിന്ന് ആർക്കും നമ്മളെ കാണാൻ പറ്റില്ല. രുദ്ര, നിന്നെ ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്ക് കാണാൻ പറ്റും. ഞാനിപ്പോ ഏതെങ്കിലും ഒരു വലിയ മാജിക്ക് ചെയ്തേ പറ്റൂന്നാ തോന്നുന്നേ. എങ്കിലേ രുദ്ര ഇവിടുന്ന് തിരിച്ചു പോകും. നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. അവൻ എത്ര നല്ല കുട്ടിയാണെന്നറിയോ? അവനെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഇതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. നീ മിണ്ടാതിരിക്കെ. ഞാനിപ്പോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ്. എന്താ നിങ്ങൾ കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കുവോ? മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിട്ട് വിഷമിപ്പിക്കുന്നവരോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല. എന്നോട് ഏറ്റുമുട്ടാൻ കാണിച്ചതിന് ഫലം എന്താണെന്ന് നീ ഇപ്പോൾ മനസ്സിലാക്കപ്പെട കൊച്ചനെ. വളരെ ഫാസ്റ്റ് ആണല്ലോ. ഞാൻ വേറെന്തെങ്കിലും ഐഡിയ നോക്കണം. എന്താ രുദ്ര പറയൂ. സെന്റോ മജിഷ്യന്റെ കയ്യിൽ ഒരു വലിയ ബുക്ക് ഉണ്ട്. അതൊരു മാജിക്കൽ ബുക്കാന്നാ തോന്നുന്നത്. അവന് നിങ്ങളാണോ ആ ബുക്ക് കൊടുത്തത്? മാജിക്കൽ ബുക്കോ? വളരെ വലുതും തടിച്ചതുമാണോ? അത് തടിച്ചത്. അത് വളരെ തടിച്ചതാണ്. ഒരുപാട് പേജുകൾ ഉണ്ടാകും. ബ്രൗൺ കവർ ഉള്ളതാണോ? അതിനകത്ത് തൂവൽ കൊണ്ടുള്ള ഒരു മാർക്കറും ഉണ്ടാവും. അതെ സർ, അതെ അതന്നെ. അടുത്തത് പറയൂ. എനിക്കൊരു കാര്യം അറിയണം. നിങ്ങൾ പറഞ്ഞ ബുക്ക് അത് തന്നെയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലാണോ? അത് എന്ത് ബുക്കാ? ഇത് കുറച്ചു ദിവസം മുമ്പ് നടന്ന സംഭവമാണ്. ലൈബ്രറിയിൽ ഒരുപാട് ഹോഴ്സസ് പെട്ടെന്ന് കടന്നു കയറി. അന്ന് മുതൽ ആ ബുക്ക് കാണാതെ പോയിരിക്കുക. ആരാ കൊണ്ടുപോയെന്ന് ഒരു എത്തും പിടിയുമില്ല. ഹോഴ്സസ് വന്നെന്നോ? നിങ്ങൾക്ക് ആ സീൻ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ആ തീർച്ചയായും. എന്തായി സംഭവിക്കുന്നത്? ഈ കുതിരകൾ എവിടെന്നാ വരുന്നത്? ഒരു മിനിറ്റ് ഫാസ്റ്റ് ചെയ്യൂ. ദാ നിൽക്കുന്നു ഹൗസിന്റെ ഇടയിൽ. അവൻ ആ ഷെൽഫിൽ നിന്ന് ബുക്ക് അടിച്ചു മാറ്റിയിരിക്കുകയാണ്. അവൻ മനുഷ്യനെ മാറ്റി നിർത്താനായിട്ട് മാജിക് പഠിക്കുകയാണ്. ഓ, അപ്പൊ അവനാണല്ലേ കള്ളൻ. അടിച്ചു മാറ്റിയതിനുള്ള ശിക്ഷ അവന് കിട്ടിയേ തീരൂ. ആ, മോഷ്ടിച്ചതിനുള്ള ശിക്ഷ അവന് തീർച്ചയായിട്ടും കിട്ടും. താങ്ക് യു സർ. ആശംസകൾ രുദ്ര. ഞാൻ വലിച്ചെറിഞ്ഞ വല നീ എനിക്ക് തന്നെ തിരിച്ചെറിഞ്ഞു അല്ലേ? കൊള്ളാം, കലക്കി. ഞാൻ വേറൊരു മാജിക്ക് ചെയ്യാൻ പോവാണ്. അത് തകർക്കാൻ നിന്റെ കയ്യിൽ വേറൊരു മാജിക്കും ഉണ്ടാവില്ല. ഇദ്ദേഹം വളരെ മോശസ്ഥിതിയിലാണുള്ളത്. പിള്ളേരോടുള്ള ദേഷ്യം ഇദ്ദേഹത്തെ അന്ധനാക്കിയിരിക്കുന്നു. എനിക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. ഞാനിപ്പോ ശക്തിമാനാണ്. എന്റെ ശക്തിക്ക് മുന്നിൽ രുദ്ര ഒരു ചുണ്ടലിയെ പോലെ ഓടി ഒളിക്കുന്നതാണ്. അദ്ദേഹത്തിൽ നിന്നും ആ ബുക്ക് ദൂരെ വെക്കണം.
സെന്റോർ സർ, നിങ്ങൾ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് അടിച്ചു മാറ്റിയല്ലേ? നിങ്ങൾ എന്റെ ഒപ്പം വരണം. നിങ്ങൾ മോഷ്ടിച്ചതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടും. അതും നീ തരാൻ പോകുന്നു. എങ്കിൽ നമുക്കൊന്ന് കാണാം. ഇതിൽ കൂടുതൽ നമ്മൾ ഇവിടെ നിന്നാൽ നമ്മൾ ചട്ടിയായി പോകും. ഓടി രക്ഷപ്പെടുന്നതാണ് ബുദ്ധി. അതെ, പറകളൊക്കെ ഉരുണ്ടോടി വരികയാണ്. ഒന്നും ശരിക്കും കാണാൻ പറ്റുന്നില്ല. നമുക്ക് വളരെ റിലാക്സ് ആയിട്ട് ഇപ്പൊ എല്ലാം കാണാം. മേലോട്ട് നോക്കി ഓടണം, താഴോട്ടല്ല. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മായയ്ക്ക് വെച്ച് എത്ര പില്ലറുകൾ നീ ഇതുപോലെ ഉണ്ടാക്കും രുദ്ര? രുദ്ര, നീ ഇത്രയും ദൂരം വന്നത് ശരിയാണ്. പക്ഷെ ഇന്ന് വരെ ആരും ഇവിടേക്ക് വന്നിട്ടില്ല. നീ ഇവിടെ എത്തിച്ചേർന്നു, പക്ഷെ ഇനി ഒരിക്കലും നിനക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഞാനിതാ വരുന്നു. തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു നോക്കണം. അതൊക്കെ പറഞ്ഞാൽ നീ അനുസരിക്കില്ല അല്ലേ? ഇന്നാ പിടിച്ചോളൂ. രുദ്ര, നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് ഇപ്പൊ മനസ്സിലായല്ലേ? എന്റെ മാജിക് ശക്തികൾ എവിടെ പോയി? മതി, ഒരുപാടായി. എനിക്കിനി നിങ്ങളിൽ നിന്നും ഒന്നും കേൾക്കണ്ട. നിങ്ങൾക്ക് രുദ്രയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഈ കാര്യം മനസ്സിലാക്കാത്തത്? അവനോട് ക്ഷമ ചോദിക്കൂ. ഒരുപക്ഷെ അവന് ക്ഷമിച്ചെന്ന് വരും. നീ പറഞ്ഞത് വളരെ ശരിയാണ്. എനിക്കൊരിക്കലും രുദ്രയോട് ഏറ്റുമുട്ടി ജയിക്കാൻ കഴിയില്ല. സോറി രുദ്ര. പറ്റുമെങ്കിൽ നീ എന്നോട് ക്ഷമിക്കൂ രുദ്ര. രുദ്ര ഒരു പക്ഷെ നിന്നോട് ക്ഷമിക്കും, പക്ഷെ ഞാൻ നിന്നോട് ക്ഷമിക്കില്ല. നീ മോഷ്ടിച്ചു, അതിനുള്ള ശിക്ഷ നിനക്ക് ലഭിക്കും. എന്റെ ഒപ്പം വാ. പക്ഷെ അലസോർ, അയാൾ ചെയ്ത തെറ്റ് സമ്മതിച്ചിരിക്കുകയാണ്. സോറിയും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിന്നെ ശിക്ഷിക്കുന്നത്? നിന്നോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ശിക്ഷ അല്പം കുറച്ചേക്കാം, പക്ഷേ തീർച്ചയായും ശിക്ഷ ലഭിക്കും. ഇറ്റ്സ് ഓക്കേ രുദ്ര. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. പിന്നെ വേറൊരു കാര്യം, ഇതെല്ലാം കഴിഞ്ഞിട്ട് നിനക്ക് മാജിക് ബുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ നിനക്ക് തരുന്നതായിരിക്കും. നിനക്ക് എത്രത്തോളം മാജിക് പഠിക്കണമോ നീ പഠിച്ചോളൂ. പക്ഷെ ഒരു കാര്യം, അതൊരിക്കലും തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. സമ്മതിച്ചു. ഞാൻ നിങ്ങളെ സഹായിക്കാം. നിങ്ങൾ ആ മാജിക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആരും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല.
അതെ രുദ്ര, തീർച്ചയായും ഞങ്ങൾ ഇവനെ സഹായിക്കുന്നതാണ്. ഞങ്ങൾ ആരും ഒരിക്കലും അവനെ ശല്യം ചെയ്യില്ല. താങ്ക് യു എവരിവൺ. സീ യു സൂൺ. പോകുന്നതിന് മുൻപ് ഒരു കാര്യം ഓർത്തിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മനുഷ്യരെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളെ അടിമയായിട്ടോ എന്റർടൈൻമെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി മെമ്പേഴ്സ് ആയിട്ടാണ് കരുതുന്നത്. താങ്ക് യു രുദ്ര, ഞാനിത് എപ്പോഴും ഓർത്തിരിക്കും. അയ്യോ ഷെടാ, ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. നീ ഇവിടെയാണോ? ഷെടാ, ഇപ്പോഴാ എന്റെ ഇൻഫോമേഴ്സ് എനിക്ക് മെസ്സേജ് തന്നത്. ലൈബ്രറിയിൽ നിന്ന് ആരും വലിയൊരു ബുക്ക് അടിച്ചു മാറ്റിയെന്ന്. അവൻ ജോയ്ലാൻഡിൽ ഒരു അനിമൽ ആണെന്നാണ് പറയുന്നത്. വേഗം വാ, അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല. ഷെടാ, എല്ലാരും എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? ഞാൻ എത്ര വലിയ സീരിയസ് കാര്യം പറയുന്നത്. നിങ്ങൾക്ക് എന്താ തമാശയാണോ?